ഹലോ കൂട്ടുകാരെ, അഡ്ജസ്റ്റ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി S23 അൾട്ര വഴി പ്രോമോ ടെസ്റ്റാണ്. അതായത് ഡിജിറ്റൽ ക്വാളിറ്റിയിൽ നമുക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാമെന്നുള്ള ഈ ഒരു മോഡിൽ കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ലോങ്ങിലൊരു ഫ്ലവർ ഇരിക്കുന്നുണ്ടല്ലേ, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ പോർട്രേറ്റ് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ക്ലോസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്രിയേറ്റ് അതുവഴിയാണ് നമ്മൾ പോർട്രേറ്റൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം 10x ദൂരം, അതായത് അത്യാവശ്യം നല്ലൊരു ലെങ്തുള്ള ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു ഫ്ലവറിനെ നമ്മൾ പ്രോമോഡിൽ കൂടെ അതിൻ്റെ ST ലെൻസ് വെച്ച്, അതായത് 10x ലെൻസ് വെച്ചിട്ട് സൂം ചെയ്ത് എത്രത്തോളം ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ DSLR ക്യാമറയിലൊക്കെ മുന്നേ കണ്ടുവരുന്നത് വെച്ചാൽ ലോങ്ങിൽ നിൽക്കുന്ന വിഷ്വൽസൊക്കെ DSLR ക്യാമറ ക്ലോസ് ആയിട്ട് പോർട്രേറ്റ് ലുക്കിലെടുക്കുന്നത്. അപ്പോൾ ഇത് DSLRൽ വരുന്ന ആ ഒരു ഷട്ടർ സ്പീഡും ISO ലെവലൊക്കെ തന്നെ നമുക്ക് പ്രോമോഡിൽ കൂടെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഗാലക്സി S23 അൾട്രയിൽ എത്രത്തോളം പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുമെന്നുള്ള ഈ ഒരു വീഡിയോ ടെസ്റ്റ് കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ഫ്ലവറിനെ ശരിക്കും അത് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ക്ലിക്ക് എടുത്ത് കഴിഞ്ഞു. ഇതിനെ ഷട്ടർ സ്പീഡ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പം ഞാൻ ശരിക്കും ഇതിൽ ഒരു നല്ല ലൈറ്റ് എഫക്റ്റ് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ നല്ല ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ അത്രത്തോളം ലൈറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ച് ഈ ഡാർക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. കഴിച്ച മഴ വരാനൊരു ടെൻഡൻസി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു വിഷ്വൽ എടുക്കുന്നത്. അപ്പം നമ്മൾ പ്രോമോഡിൽ എത്ര ക്വാളിറ്റി S23 അൾട്ര പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ആ ഫോട്ടോയുടെ ഡീപ്പ് ക്ലാരിറ്റി. അപ്പം രണ്ടാമത്തെ ക്ലിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വൈറ്റ് ബാലൻസും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ തന്നെ 2-3 ക്ലിക്കുകളും കൂടെ എടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ബെറ്ററായിട്ട് റിസൾട്ടിന് വേണ്ടി അതിൽ ഷട്ടർ സ്പീഡ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ചുകൂടെ അതായത് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നല്ല ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ക്യാമറ വെച്ചിട്ടുള്ള യൂസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് ഗാലക്സി S23 ആയാലും S24 സീരീസിലും. ഞാൻ ഇപ്പോൾ S23ലും S24ലും തന്നെ ഇതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് S23 അൾട്ര വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോമോഡ് നമ്മൾ ISO ലെവലും അതിനൊക്കെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോർട്രേറ്റ് ലെവലിൽ ഒരുപാട് ക്ലിക്കുകൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് DSLR ക്യാമറയിൽ വരുന്ന അതേ ഡിജിറ്റൽ ക്വാളിറ്റിയിൽ തന്നെ ഒരു ഫോട്ടോ ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ക്ലിക്ക് കൂടെ എടുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ ഓരോ ഫോട്ടോസിൻ്റെയും നമ്മൾ ഈ ക്വാളിറ്റി സൈസ് എന്ന് പറയുമ്പം ഒരു 12 MB 13 MB 14 MB ആ റേഞ്ചൊക്കെയാണ് മിനിമം പോർട്രേറ്റ് ലെവലിൽ പ്രോമോഡിൽ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് പോർട്രേറ്റ് ക്ലിക്കെന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റബിൾ ആയുള്ള DSLR ക്യാമറ വരുന്ന ഫങ്ഷൻസൊക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അത്രത്തോളം ഒരു പോർട്രേറ്റ് ലെവലിൽ തന്നെ ഒരു ക്ലിക്ക് നമുക്ക് ഉണ്ടാകുന്നത്. ഇത് നമ്മളെന്ന് വെച്ചാൽ ഈ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബ്ലൂ എഫക്റ്റ് അതിൽ കിട്ടുന്നത്. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഗാലക്സി S23 അൾട്ര ആൻഡ് S24 അൾട്ര ലെവലിൽ തന്നെ നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നതിന് മെയിൻ റീസൺ.